ഹലോ ഗൈസ്, ഞാൻ അമൃത്. നമ്മളിന്ന് കളിക്കാവുന്ന മൈൻക്രാഫ്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിലാണിത്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മളെ പുതിയ ചാനലാട്ടോ. പുതിയ ചാനലാകുമ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ. അതില്ലേ അതിൻ്റെ പവർ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. മറക്കാതെ ഇപ്പം തന്നെ പോയി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ മരം മുറിക്കാൻ പോയി. മരം മുറിക്കാൻ വേണ്ടി പോണതിന് കിട്ടിയ വേൾഡ് കാണാൻ നല്ല രസമില്ലൊരു വേൾഡ് കേട്ടോ. ഇവിടെ പറ്റിയിട്ടുണ്ട്. വലിയ മരമുണ്ട്, അപ്പുറത്തും ഉണ്ട്. അവിടെ ഉണ്ട് വലിയ മരം. ഇതുണ്ട വലിയ മരങ്ങൾ ഇവിടെയുണ്ട്. നമുക്കിനി മരം വിട്ടാനാണ് പോകുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായ സംഭവമാണ് അല്ലേ, ഏറ്റവും വേണ്ടതാണ് മരം മുറിക്കൽ. ഇതൊന്നും നടക്കില്ല. മരം മുറിക്കാമോ സ്ഥലം നമ്മുടെ ഇവിടെ വില്ലേജാണ്. ഇങ്ങനത്തെ എനിക്ക് മൈൻക്രാഫ്റ്റ് കളിച്ചാൽ ഏറ്റവും കൂടുതൽ വില്ലേജിട്ട് ഇങ്ങനത്തെ മരമുള്ള സ്ഥലത്താട്ടോ. വെറുതെ നടന്നാൽ തന്നെ വില്ലേജ് കിട്ടും. അതൊരാട്, അതിനെ വേറെ തല്ലിക്കൊല്ലേ. ആ തല്ലി കൊന്നില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കിട്ടും. ബെഡാക്കാനില്ലതാണ് എന്നാ മൈൻക്രാഫ്റ്റിൽ വന്നപ്പോൾ ആദ്യം ചെയ്യണത് ബെഡിൻ്റെ പണിയാണ്. ഇല്ലെങ്കിൽ പണി പാടും. ബെഡില്ലാതെ ഒരു രാത്രി പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇത്ര വലിയ പ്രശ്നമാണ് ബെഡിന്. മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഞാൻ ഇപ്പോൾ കളിക്കുന്നത് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ റിയൽ അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചറിൻ്റെ വ്യത്യാസമെല്ലാം കാണും. ഇപ്പോൾ ഇതുണ്ട് വോളിൻ്റെ തന്നെ ഒരു ഷേപ്പ് കണ്ട്. വോളിൻ്റെ ടെക്സ്ചർ ഉണ്ടോ? മൈൻക്രാഫ്റ്റ് റിയൽ മൈൻക്രാഫ്റ്റ് ആയിട്ടല്ല. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഫേക്കായ ലോക്കി അല്ല ക്രാഫ്റ്റ് വേൾഡ് തന്നെ ഗെയിമാണ്. എൻ്റെ ഹെൽത്ത് ബാറും ഫുഡിൻ്റെ ബാറും കണ്ടാൽ മനസ്സിലാവും. അത് താഴെയാണ് വേണ്ടത്. ഇപ്പോൾ മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ പൊട്ടിക്കുന്ന വ്യത്യാസമുണ്ട്. ഈ റൗണ്ട് റിയലിൽ വരാറില്ല. എല്ലാം തോന്നുന്നു ഈസിയിൽ കളിക്കുന്നവരെ വരാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മരം കുറച്ച് അധികം ആക്കി നോക്കട്ടെ. ആവശ്യം വരും ചിലപ്പോൾ. മരം കുറച്ച് അധികം ആക്കി നോക്കാം. സാപ്ലിങ്ങനെ നട്ടേക്കാം. മരമൊക്കെ ക്രാഫ്റ്റിൻ്റെ ഉള്ളിലാക്കണ്ടേ. ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ സത്യം പറ, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലല്ലോ. ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ. ഇനി എന്തായാലും ഒരു വുഡ് പൊട്ടിച്ചേ. കറക്റ്റ് 64 സ്റ്റാക്ക് ആവാൻ വേണ്ടിയാണ്. ഓരോ സ്റ്റാക്ക് ചെയ്യില്ലേ, അതിനോട് എപ്പോൾ ഒരു വുഡ് പൊട്ടിച്ച്. എല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. എനിക്കറിയാം നിങ്ങൾ ചെയ്യാതാണ് നോക്കുന്നത്. എനിക്ക് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഗൈസ്. എൻ്റെ ആദ്യത്തെ വീഡിയോ മീൻസ് ആദ്യത്തെ തന്നെ ഇനി ഒരു വീഡിയോ ഇട്ടിന് വോയിസ് ഓവർ കൊടുക്കാതെ ഇട്ടൊരു വീഡിയോ ആണ്. എനിക്കപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ട അറിയില്ലായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച. എല്ലാ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിക്കാക്സ് ആക്കി കുറച്ച് സ്റ്റോൺ തപ്പാൻ പോലെ. സ്റ്റോൺ നല്ല ആവശ്യമാണ്. കുഴിയൊന്നുമില്ലേ. ഇത് പട്ടിയെല്ലുണ്ട്. അതല്ല സ്റ്റോൺ പറഞ്ഞു തരുന്നില്ല. അപ്പഴേ പക്ഷെ കുഴിയല്ല കേട്ടോ, സ്റ്റോൺ ഉണ്ടെന്ന് മാത്രം. കുറച്ചധികം എടുത്തേക്കാം. ആവശ്യം പിന്നെ എപ്പോഴെങ്കിലും വരും. സ്റ്റോൺ ഇപ്പോൾ ഫർണേഴ്സ് ഉണ്ടാക്കാനും വേണം, പിന്നെ സ്റ്റോണിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാനും വേണം. സ്റ്റോൺ അതിൻ്റെ ഇപ്പോൾ 500 റെഡിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ആഗ്രഹം പോലെ നിൽക്കട്ടെ അല്ലേ. നമുക്ക് ചോദിച്ചു പോവാം. മതിയാവുമായിരിക്കും. 16 മതി. എനിക്ക് നിങ്ങളെ പൊട്ടിക്കുമ്പോൾ ഒരു കുറച്ചാവും. എന്തല്ലേ 16 18 തോന്നുന്നു. ഞാനിപ്പോൾ 2 എക്സ്ട്രാ പൊട്ടിച്ചില്ലേ.
നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഒരു ഡേയ്സ് എന്തോരായിട്ടുണ്ട്. ഓക്കെ, ഗൈസ് ഇത് ഗെയിം സ്റ്റക്കായി ഗൈസ്. ലാഗായതാണെന്ന് തോന്നുന്നു. ഗെയിം സ്റ്റക്കായി ഗൈസ്. അനങ്ങുന്നില്ല. വൈകുന്നേരമാണ്. ഗെയിമാണ് സ്റ്റക്ക് തന്നെ നിൽക്കും ഗൈസ്. ഗൈസ് ഇത് സ്കാൻ വൈകുന്നേരമാണ്. ഗെയിം സ്റ്റക്കാകുമ്പോൾ എങ്ങനെ വൈകുന്നേരമാണ്. ഓ ഷിറ്റ് ഗൈസ്, ഒരുപാട് നേരം സ്റ്റക്കാണ്. അനങ്ങ വൈകുന്നേരം ആവുന്നുണ്ട്. പിക്കാക്സ് ആണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടച്ച് എടുക്കുന്നില്ല. ഒന്നും ടച്ച് എടുക്കുന്നില്ല. സ്ക്രീനിൽ ഒന്നും ടച്ച് എടുക്കുന്നില്ല ഗൈസ്. ഒന്ന് ഗൈസ് എന്താക്കണമെന്ന് പോലും അറിയില്ല. ഗൈസ് ടച്ച് ആയി. ഗൈസ് അങ്ങനെ ടച്ച് ആയിട്ടുണ്ട് ഒരുപാട് നേരത്തിന് ശേഷം. എനിക്ക് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ട് ഫായം ചെയ്ത് ഹാർഡായിട്ട് അവിടെ തൊട്ടും ഹാർഡിനെ കാണുന്നില്ല ഗൈസ്. അത് ഇട്ട് കൊണ്ട് കുറേ സ്പൈഡറൊക്കെ വന്ന് ഞാനെല്ലാം കൊണ്ടിരിക്കാതെ ചിന്തിട്ടാണ് ക്രീപ്പർ. എനിക്ക് പോയിട്ട് ക്രീപ്പറിനല്ല സ്കെൽറ്റൻ. ഇതൊരു വില്ലേജ് കിട്ടിയെങ്കിൽ വൈപ്പന്നെ. വില്ലേജ് കിട്ടിയാൽ വളരെ വളരെ നല്ലതാണ്. പശുവിലാണ്. എന്തിനാണ് എന്താവശ്യം ആടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും കിട്ടില്ല. ഇല്ലാത്തെല്ലാം കിട്ടും. അതുപോലെ ഞാൻ ബോൺവില് തപ്പിയിട്ട് ഇങ്ങനെ ഇതിനെ വരും. രാത്രിയാവാൻ വേണ്ടി സ്കെൽറ്റനെ കൊല്ലാൻ വരുമ്പോണ്ട് കേവെന്ന് വിചാരിച്ചു. സ്കെൽറ്റനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ പോവും. അപ്പോൾ ഒരൊറ്റ സ്കെൽറ്റമില്ല. ഈ നെതറിൽ സോൾസ് ആൻഡ് വാലി അങ്ങനെ എന്താ പറയുന്ന സ്ഥലമല്ലേ, അവിടെ ബോൺ ബ്ലോക്ക് കിട്ടും. അവിടെ പോയിട്ട് ബോൺ ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം തപ്പി പോകുമ്പോയിട്ട് അതും കിട്ടും. ഇപ്പോൾ എൻ്റെ വേറൊരു വേൾഡിൽ എത്ര നെതർ മൊത്തം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. സോൾസ് ആൻഡ് വാലി കിട്ടിയിട്ടില്ല. ഈ ഗെയിമിൽ പിന്നെ ഹാപ്പി കാസ്റ്റ് വെച്ചാൽ സംഭവം പുതുതായിട്ട് മോജാൻ ആഡ് ചെയ്ത സംഭവം ഉണ്ടോയെന്ന് അറിയില്ല. ഹാപ്പി കാസ്റ്റ് ഉണ്ടാവണം. കഴിഞ്ഞ മാസമാണ് ഞാൻ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തത്. കഴിഞ്ഞ മാസം ഇൻസ്റ്റാൾ ചെയ്തു. 2 വേൾഡ് ഞാൻ തുടങ്ങി. വരുന്ന കുഞ്ഞു കുഴിപ്പ് വെച്ചാൽ പോടായിടുന്നു. ഭയങ്കര ശരിയാണ്. ഭയങ്കര സ്പീഡുമാണ്. ദൂരത്തും തല്ലും ചെയ്തു. ഇതാ ക്രീപ്പറും വന്നു. പോയി ഗൈസ് ക്രീപ്പർ രാവിലെ പൊട്ടി എൻ്റെ ഗൈസ് വെള്ളമായതുകൊണ്ടൊന്നും ആയിട്ടാ. ഈ കുട്ടിക്കുരിപ്പ് താഴെ ചാവുന്ന ഞാനും പോകുന്നു. എന്ത് കിട്ടിയെന്നോട്ടെ. അവൻ്റെ ഹെൽമെറ്റ് കിട്ടിയെന്തോ. ഹെൽമെറ്റ് കിട്ടിയെങ്കിൽ അതെങ്കിലും ഇച്ചിരി പോയായിരുന്നു. സ്കെൽറ്റിന് നമ്പ് തലക്കൊന്നും കിട്ടൂലേ. കിട്ടിയോ? ഇല്ല. പിന്നെന്തിന് ഓടിക്കുക, അങ്ങോട്ടോടിക്കുക ഇങ്ങോട്ടോടിക്കുക. അതാ വരുന്ന സ്കെൽറ്റാനെ കൊല്ലല്ലേ. ചാവ് ഒന്ന് കുറച്ച് ഇത് കിട്ടും ഗൈസ്. അതന്നെ ക്രീപ്പർ സോഡ് ഉണ്ടാകുന്നു.
എല്ലാത്തിനും അവിടെ കൊല്ലിങ്ങ. കുറച്ച് കളിക്കാൻ എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. നെതറൈറ്റ് ഇതിനകത്ത് ഇതാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. നെതറൈറ്റിൻ്റെ മറ്റേ ടെംപ്ലേറ്റ് എങ്ങനെ ആക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ക്രാഫ്റ്റ് വളരെ ഫേക്ക് കളിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെതറൈറ്റ് ആർമർ ഉണ്ടാക്കിയിട്ടില്ലവരാണെങ്കിൽ ക്രിയേറ്റീവ് എടുത്തതല്ല. നെതറൈറ്റ് ആർമർ സർവൈവറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ഒരു ട്യൂട്ടോറിയൽ ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം. ട്യൂട്ടോറിയൽ കണ്ടവരെ ഒന്ന് അയച്ചു തന്നാൽ മതി. എത്ര നോക്കിയിട്ടും എനിക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല. ഓടിക്കോ ഇത് എങ്ങനെ ഇതുവരെ ആർമർ ആക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാൻ ടൈമിട്ട് വരെ എത്തിച്ചു. ടൈമിൽ അൺബ്രേക്കിങ്, പിന്നെ ബൂട്ടിൽ ഫോഴ്സ് വർക്ക്, പിന്നെ മെൻറ്റിങ്, എൻ്റെ ബോല് മെൻറ്റിങ്, സോഡിൽ മെൻറ്റിങ്, ഫുൾ എംചാൻറ്റിങ്. അതെല്ലാം അവിടെ കൊണ്ടുപോയി കളഞ്ഞ്. ഇനി അത് റീയാക്കാൻ ഭയങ്കര പണിയാണ്. ചത്ത് മറ്റേതിപ്പോൾ എൻ്റെ വേറൊരു വേൾഡ് ഉണ്ട്. വേൾഡിൻ്റെ ഇടയിൽ ഒന്നുമില്ല. ആ വേൾഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വിശക്കുന്നുണ്ട്. അയ്യോ പേക്കത്താലും അടി വരുന്നത്. കുടിക്കുക നേരത്തെ കണക്ക് പോയി. അവിടെ സോമ്പി കൊടുത്തു. ക്രീപ്പറിൻ്റെ ഭയങ്കര ശല്യം. വീട്ടിലും രാവിലെ ആടിനെ കൊന്നാൽ മതിയായിരുന്നു. ഇപ്പം ഇവിടെ വില്ലേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 വില്ലേജസ് ഉണ്ട്. അതെങ്ങനെ ചത്ത്? എന്തോ ക്രീപ്പർ കിട്ടിയതാ. കൊടിക്കോ സ്കെലിറ്റൻ. ഒരിക്കലും എന്നെ വെട്ടിയാക്കാൻ അറിയില്ല. ആ കിട്ടി. ഈ മലയുടെ അപ്പുറം ഇല്ല ഞാൻ ചത്തത് ആണെന്ന് തോന്നുന്നു. ഇതാ വരുന്നു അടുത്തവൻ. ഇവിടെയാണ് ഈശ്വരൻ്റെ സോങ്കസ് ഉണ്ടാവില്ല. ഒറ്റ അടുത്തുണ്ട്. എൻ്റെ ബോള് സോഡ് എടുത്തോ. അത് സോഡ് കിട്ടി. വാടാ സ്പൈഡർ ചത്തു. എൻ്റെ കോബിൾ സ്റ്റോൺ കിട്ടി. ഇവിടെ ഇരട്ടെല്ലാം എടുക്കാം. അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാൻ ആവശ്യമില്ല. ചാവ് തന്നെ. ഇല്ലടി എന്താ വെല്ലുവിളിക്കാ? ആരും ഇല്ലടി. അങ്ങോട്ട് പോകണ്ട. പോയാൽ ചത്തു പോവും. ഇതങ്ങോട്ട് പോ. അടുത്ത നിന്നെയൊക്കെ കൊല്ലം എന്ത് സിമ്പിളാ. ചാവാൻ ചാവത്ത്. സാധാരണ ക്രിക്കറ്റിന് 3 അടിയിൽ അങ്ങനെയൊക്കെ എന്താ വാടാ ധൈര്യം എവിടെയൊക്കെ ഓടുന്ന കൂട്ടിത്തള്ളുന്ന. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോഴാണ് ഒളിച്ചു നിൽക്കില്ലേ. ഞാൻ പണ്ട് നിൽക്കുന്നത് ഇത് അടുത്ത കുരിപ്പ്. ഞാൻ പണ്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പം നിൽക്കുന്നേ ഇല്ല. അടുത്ത 6 മറ്റേ സ്ട്രിങ് ഡ്രോപ്പ് ചെയ്താൽ 6 അല്ലേ എത്ര 9. 9 സ്ട്രിങ് ഉണ്ടെങ്കിൽ ഒരു വൂളാക്കാം. 18 സ്ട്രിങ് വേണമെങ്കിൽ 2 ബ്ലോക്ക് വൂളാകാൻ. രാവിലെ തുടങ്ങി ശിവൻ ചാവൂലേ. തുള്ളിക്കളിക്കുന്നുണ്ടോ? ചാവൂല. ചാവടെ. ഇതോട്ടല്ല എനിക്ക്.
ഡേർട്ട് തുറക്കേണ്ട അവസ്ഥയെ. ഡേർട്ടിനല്ല ഇപ്പം എന്താ വില. കുറച്ച് മുമ്പ് ഡയമണ്ട് വെച്ചിലേക്ക് ഞാൻ ബ്രിഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഡയമണ്ട് അല്ല, അയൺ. ഡയമണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, അത്ര അത്യാവശ്യമില്ല. ഇനി എത്ര റേറ്റ് ബ്ലോക്ക്? വോയിസിനൊരു ചേസ്. വിശക്കുന്നു. നമുക്ക് മൈനിങ്ങിലാണ് ഗൈസ്. മൈനിങ്ങിന് ഇത് സോംബിയോ ഏതൊരു ഹെൽമെറ്റെല്ലാം വെച്ച് സോംബിയോ. ചൈന ഹെൽമെറ്റ് എനിക്ക് കിട്ടണേ. ഈശ്വര, ചൈന ഹെൽമെറ്റ് കിട്ടണേ. ഒന്നും ഡ്രോപ്പ് ചെയ്തില്ല. പന്നി ചാവ് കയറ്റം. മറ്റേ ഇത് കിട്ടും, ഫോട്ടോ ഫ്ലഷ് കിട്ടും. എത്ര സമയമുണ്ട് ഇത് പോയിസൺ സ്പൈഡർ. നീ ചത്താലിയോ? ഞാൻ അന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ മൈനിങ് ഏരിയ പോയി. അന്നേരം പണ്ട് മൈനിങ് ഏരിയ പോയി. ആടെ ഇരുന്നൊരു സ്പൈഡർ അടിച്ചപ്പോൾ പോയിസൺ അടിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു സ്പൈഡറിനെല്ലാം പോയിസൺ അടിക്കുന്ന സ്പൈഡർ ഉണ്ടല്ലോ, പച്ചയും കറുപ്പും. അങ്ങോട്ടെല്ലാം പോയി നോക്കണം. കുതിരേനൊന്നും ഇപ്പം നോക്കാൻ സമയമില്ല. പോയി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. എൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോസ് വരുന്നതാണ് ഗൈസ്. സോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. ഞാൻ പറയാൻ കാരണം എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവർക്കും ബൈ.